ഹായ് ഗായ്സ്, നമ്മുടെ കൂടെ ഉള്ളത് ഭീകരൻ. ഏത് ജനുവരി മാസമാണ് ജിമ്മോണസിന് ചാകര എന്ന് പറയുന്നത്? പ്രത്യേകിച്ച് ജനുവരി 1 എന്ന് പറയുന്നത് എല്ലാവർക്കും ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്ത് ജിമ്മിലേക്ക് വരാനുള്ളൊരു തൊരയാണ്. 1-ാം തീയതി അങ്ങനെ 1-ാം തീയതി ആവേശപ്പുറത്ത് വന്നവരാരും 5-ാം തീയതി കിടക്കാറില്ല എന്നുള്ളതാണ് മെയിൻ ഇത്. ഡിപ്രഷൻ അടിച്ച ജിമ്മിൽ പോയാൽ മതി എന്ന് പറയുന്നവർ ഇറ്റ് വർക്ക്സ് ഫോർ സം പീപ്പിൾ, ഇറ്റ് മൈറ്റ് നോട്ട്. പ്രേമനൈരാശ്യം കഴിഞ്ഞ ആൾക്കാരൊക്കെ സഡൻലി ജിമ്മിലേക്ക് പോകും. പ്രേമനൈരാശ്യം പിന്നെ ഇപ്പോൾ വരാൻ പോകുന്നുണ്ട്. നമ്മളുടെ ജാനുവരി മാസമാണ് ഞങ്ങൾ മറ്റേ ജിമ്മോണസിന് ചാകര എന്ന് പറയുന്നത്. മച്ചു വാ നമുക്ക് ജിമ്മിലേക്ക് പോകാം. അത് 1-ാം തീയതി എന്ന് പറയുന്നൊരു സമയം ഉണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് ജനുവരി 1 എന്ന് പറയുന്നത് എല്ലാവർക്കും ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്ത് ജിമ്മിലേക്ക് വരാനുള്ളൊരു തൊരയാണ്. അതാണ്. പക്ഷെ ഒരു 1-ാം തീയതി അങ്ങനെ 1-ാം തീയതി ആവേശപ്പുറത്ത് വന്നവരാരും 5-ാം തീയതി കിടക്കാറില്ല എന്നുള്ളതാണ് മെയിൻ ഇത്. സാധാരണ 1-ാം തീയതി കറക്റ്റ് 1 സൺഡേ ഒക്കെ ആയി കഴിഞ്ഞാൽ ഓർമ്മയില്ലാണ്ട് നാളെ സൺഡേ ആണ്, നാളെ പറ്റൂല, തിങ്കളാഴ്ച മുതലാക്കാം, പിന്നെയും പോവും, ചൊവ്വാഴ്ച മതി. ശ്രദ്ധിച്ചു, നമ്മുടെ മിക്ക ജിംസിലും ന്യൂ ഇയർ ഓഫർ എന്ന് പറയുന്നത് മസ്റ്റാണ്. അത് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് ആണ്. ഇവൻ നമ്മളും ചെയ്യും, അത് വേറെ കാര്യം. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ബിക്കോസ് ആ ന്യൂ ഇയറിന്റെ സമയത്താണ് എല്ലാവരും ജാനുവരി ആയില്ലേ, എന്നാ പിന്നെ ഒന്ന് ജിം തുടങ്ങിയാലോ റെസൊല്യൂഷൻ. അതേപോലെ തന്നെയാണ് ഈ ഡിപ്രഷനൊക്കെ അടിച്ച ആൾക്കാർ. ശരിക്കും ഈ ഡിപ്രഷൻ അടിച്ചിട്ട് കുറേ പേര് പറയാം നീ ജിമ്മിലേക്ക് പോകും, ജിമ്മ് പോയി കഴിഞ്ഞാൽ അത് നിന്റെ വിഷമങ്ങളൊക്കെ മാറും. ഇപ്പോൾ ലവ് ഫെയിലിയർ ആയാലും അങ്ങനെ മെൻ്റലി ഉള്ളൊരു ഇതാണല്ലോ. അപ്പോൾ മെൻ്റൽ ഇഷ്യൂസ് കുറേ രീതിയിൽ എഫക്റ്റ് ചെയ്യുന്ന കുറേ പേരുണ്ട്. പിള്ളേരായാലും ഇപ്പോൾ പെട്ടെന്ന് സൂയിസൈഡ് ചെയ്യുന്നവർ, ചെറിയൊരു കാര്യം മതി അവർക്ക് ആ ഒരു ഇതിൽ അപ്പം തന്നെ സൂയിസൈഡ് ചെയ്യുക. ഡിപ്രഷൻ്റെ ഒരു ഐ ഹാവ് ഗോൺ ടു ഡിപ്രഷൻ. ഇപ്പോൾ കഴിഞ്ഞൊരു കൊല്ലം ഞാൻ ഹീൽ ചെയ്ത് വന്നിട്ടുള്ളൂ. സോ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ചാൽ, ആസ് എ കോച്ച് പേഴ്സണൽ ട്രെയിനിങ് ഉണ്ട്, നമുക്ക് സ്വന്തമായിട്ട് ജിമ്മും ഫെസിലിറ്റി ഒക്കെ ഉണ്ടായിട്ട് പോലും ഇറ്റ് വാസ് വെരി ഹാർഡ് ഫോർ മീ ടു വേക്ക് അപ്പ് ഫ്രം മൈ ബെഡ് ആൻഡ് ഗോ ടു ദ ജിം. ഇത് ഞാൻ പറയുന്നത് സ്വന്തമായി ഒരു ഫെസിലിറ്റി ഉള്ള ആളാണ് ഞാൻ ഈ പറയുന്നത്. ലൈക്ക് നമുക്ക് അത്രയും പ്രിവിലേജ് ഉള്ള ആളായിട്ട് പോലും ഇറ്റ് വാസ് വെരി ഹാർഡ് ഫോർ മീ. സി, ഡിപ്രഷൻ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ സീക്ക് ഹെൽപ്പ്, ടോക്ക് ടു ദ റൈറ്റ് പീപ്പിൾ. ദാറ്റ് ഈസ് വൺ തിങ് ദാറ്റ് യു ഹാവ് ടു ഡു. ബിക്കോസ് മിക്ക ആൾക്കാരും ഗെറ്റ് റോങ് ഇൻഫർമേഷൻസ് ആൻഡ് റോങ് സജഷൻസ് ഫ്രം റോങ് പീപ്പിൾ. അതൊരു ഫാക്ടറാകും. ഇപ്പം ഡിപ്രഷൻ അടിച്ച ജിമ്മിൽ പോയാൽ മതി എന്ന് പറയുന്നത് ഇറ്റ് വർക്ക്സ് ഫോർ സം പീപ്പിൾ, ഇറ്റ് മൈറ്റ് നോട്ട്. എല്ലാവരോടും നമ്മൾ പറഞ്ഞത്, ഇപ്പം ഞാൻ ഇപ്പോൾ ജിമ്മിൽ പോകുന്ന ആളാണെങ്കിൽ ഞാൻ പോലും പറഞ്ഞിട്ടുണ്ടാവാം, എന്തിനാ നീ വെച്ചിട്ട് പോയത് പോട്ടെ, ജിമ്മ് പോ, വെയിറ്റ് എടുക്ക്, മസിൽ വരുമ്പോൾ റിസൾട്ട് വരുമ്പോൾ താനെ തന്നെ വിഷമം. ഇല്ല, അത് അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, സോ വാട്ട് ഐ ഹാവ് അണ്ടർസ്റ്റുഡ് ഇസ് ദാറ്റ് നമുക്ക് ഉള്ള വിഷമങ്ങൾ മാറില്ല, നമ്മളത് സപ്രസ് ചെയ്തിട്ട് അതിൻ്റെ അത് വേറെ രീതിയിലേക്ക് നമ്മൾ ഫോക്കസ് മാറ്റാണ് ചെയ്യുന്നത്. ചിലപ്പം അതവിടെ എപ്പോഴും ഉണ്ടാവാം, മനസ്സിലായോ? ഇപ്പം ഞാൻ തെറപ്പി എടുത്ത സമയത്താണ് മനസ്സിലാക്കിയത്, നമ്മൾ ഒരു സാധനം സപ്രസ് ചെയ്തിട്ട് നമ്മൾ ആ ഫോക്കസ് വേറെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അതവിടെ നിന്ന് പോകുന്നില്ല. അതിനൊരു ക്ലോഷർ നമ്മൾ കൊണ്ടുവരണമെങ്കിൽ വി ഹാവ് ടു ഹാവ് എ പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓൺ വാട്ട് ഹാപ്പൻ ദർ. അപ്പോൾ അത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള ഒരു നോളജ് എനിക്കില്ല. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വരെ തെറപ്പി ത്രൂ ഒന്ന് ഹീലായി വന്നതാണ്. അപ്പോൾ റൈറ്റ് പേഴ്സണിനെ മീറ്റ് ചെയ്യുക നമ്മളുടെ തെറപ്പിസ്റ്റിനായിട്ട്. ബിക്കോസ് തെറപ്പി ഈസ് എക്സ്പെൻസീവ്, അത് ഇല്ലയെന്ന് ഞാൻ പറയില്ല. ഇറ്റ്സ് നോട്ട് ആക്സസിബിൾ ഫോർ എവ്രി വൺ. പക്ഷേ ഇറ്റ് റിയലി ഹെൽപ്പ് മീ, അത് എനിക്ക് പറയാൻ പറ്റും. അപ്പം ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ നമ്മളുടെ ഡിപ്രഷൻ മാറും എന്ന് പറയുന്നതിൽ എനിക്ക് വിയോജിപ്പുണ്ട്. ബിക്കോസ് ഇറ്റ് വർക്ക്സ് ഫോർ സം പീപ്പിൾ, ഇറ്റ് ഡസൻറ്റ് വർക്ക് ഫോർ എവ്രി വൺ. അത് നമുക്കും കുറേ ഡിപ്രഷൻ കേസസും ക്ലയൻസൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ്ലി തെറപ്പിസ്റ്റിനെ കണക്ട് ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ വി ടെൽ ദം ടു സീക്ക് ഹെൽപ്പ്, അല്ലെങ്കിൽ അവരായിട്ട് കണക്ട്. ബിക്കോസ് നമ്മളവിടെ പുഷ് യുവർ ലിമിറ്റ്സ്, ഗോ, നോ പെയിൻ നോ ഗെയിൻ എന്ന് പറഞ്ഞ് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നതിൽ ഒരർത്ഥമില്ല. ഇറ്റ് മൈറ്റ് വേഴ്സൺ ദ തിങ്സ്. ബിക്കോസ് ഇത്രയും ഒരു ട്രെയിനർ അല്ലെങ്കിൽ ഇത്രയും ഒരാൾ എൻ്റെ ബാക്കിൽ തന്നെ ഉണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ, എന്നിട്ടും എനിക്ക് ചെയ്യാൻ പറ്റില്ല, ദേ ഗോ ഇൻ ടു അനദർ വെരി ഡാർക്ക് സ്പൈറൽ. അതിനുള്ള ചാൻസസ് ആർ ഹയർ. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു ആൾക്കാർ പെട്ടെന്ന് ജിമ്മിലേക്ക് പോകുന്ന ആൾക്കാർ ഒരു മാസം കൊണ്ട് തടി കുറയ്ക്കണം ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ
ഞാൻ കേട്ടിട്ടുണ്ട് ബ്രോ ഒരു മന്തിൽ 13 ഡേയ്സിൽ 13 കിലോ കുറച്ചിട്ടുണ്ട്. അങ്ങനെന്തോ എനിക്ക് കറക്റ്റ് ഇതറിയില്ല. ഇനിയിപ്പോൾ ആ നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവസാനം ഞാൻ എയർലാവുന്ന ഐ തിങ്ക് അങ്ങനെ എന്തോ നമ്പറാണ്. ഒരു എന്തായാലും ഐ സ്റ്റിൽ റിമെമ്പർ ഒരു 1 kg വെച്ച് എവറി ഡേ കുറയ്ക്കുന്നൊരു പരിപാടി ഞാൻ ചെയ്തു. അതാ ഞാൻ പറഞ്ഞത്, ഇറ്റ് ഇസ് പോസിബിൾ. ബിക്കോസ് സി അത് ഒരിക്കലും ഹെൽത്തി അല്ല. അതുകൊണ്ടാണല്ലോ ഞാൻ എത്ര ഓപ്പൺ ആയിട്ട് പറയുന്നത്. ബിക്കോസ് സി ഐ തിങ്ക് ദിസ് വാസ് ഇൻ 2012 കോളേജ് കഴിഞ്ഞ് ആ 1 year അവിടെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ് ഔട്ട്. സോ ബേസിക്കലി നമ്മൾ ആൻഡ് ടിൽ ദി ഏജ് 22 ഞാൻ ഒബേസ് തന്നെയായിരുന്നു. ഞാൻ ഇതുവരെ വലിയ. സോ ആ സമയത്ത് നമ്മൾ തടി കുറയ്ക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ദാറ്റ് ഈസ് വൺ തിങ് ദാറ്റ് വാസ് ഇമ്പോസിബിൾ എന്ന രീതിയിൽ കാണുന്ന ഒരു സാധനം പോസിബിളായി കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി വി ഗെറ്റ് അഡിക്റ്റഡ്. സോ ദാറ്റ്സ് വെയർ അഡിക്ഷൻ വാസ് എ ബിഗ് പ്രോബ്ലം. ഞാൻ മോർണിംഗ് രാവിലെ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് രാവിലെ എണീച്ചിട്ട് ജിമ്മിൽ പോയി വെയിറ്റ് ചെക്ക് ചെയ്യും. പിന്നെ രാവിലെ ഒരു 7-8 കിലോമീറ്റർ തന്നെ ഓടിക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും വെയിറ്റ് ചെക്ക് ചെയ്യും. പിന്നെ ലഞ്ച് കഴിച്ച് വന്നിട്ട് വീണ്ടും ചെക്ക് ചെയ്യും. സോ ഐ വാസ് സോ അഡിക്റ്റഡ് ടു ദ വെയിങ് സ്കെയിൽ. ഞാൻ വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കാറില്ല. സോ ഓട്ടോമാറ്റിക്കലി നമ്മൾ അങ്ങനെ ആൻഡ് വി യൂസ് ടു ഗെറ്റ് ഇതാണ് അനദർ ടൈപ്പ് ഓഫ് ഡിപ്രഷൻ. ഓക്കെ, സോ വെയിറ്റ് കുറയാത്ത ദിവസങ്ങളിൽ വി ഫീൽ ദാറ്റ് ഇത്രയും ചെയ്തിട്ട് പോലും എന്നെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ ദെൻ വാട്ട് ആം ഐ ഗുഡ് ഫോർ എന്നുള്ള രീതിയിലേക്ക് തോട്ട് പ്രോസസ്സ് പോകും. സോ അതുകൊണ്ടാണ് നമ്മളെപ്പോഴും നമ്മൾ ആരോട് സംസാരിക്കുമ്പോൾ ക്ലയൻസിനോട് സംസാരിക്കുമ്പോൾ പറയുന്നത് ലൈക്ക് ഫൈൻഡ് യുവർ ഫിറ്റ്നസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഹൗ യുവർ ബോഡി റിയാക്ട്സ് ടു ഇറ്റ്. അല്ലാതെ നമ്മൾ എക്സ്ട്രീംലി പുഷ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുക വെച്ചാൽ നമ്മൾ ഈവൻ ബാഹിറാണ് ക്ലയൻറ്റെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഹാർഡ് ഫോർ യു ടു ഡൈജസ്റ്റ്. ഓക്കെ, എന്നിട്ടും എന്നെ കൊണ്ട് പറ്റുന്നില്ല, സംതിങ് റോങ് ഇസ് ഹാപ്പനിങ് എന്ന രീതിയിൽ അത് പീക്കായിരിക്കും ഡെഫിനറ്റ്ലി. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. ഇപ്പോൾ രാവിലെ ജിമ്മിൽ പോകണോ അതേപോലെ രാത്രി ജിമ്മിൽ പോകണോ? ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് രാത്രി ജിമ്മിൽ പോയാലും ഈവനിങ് ടൈമിൽ ജിമ്മിൽ പോകാണ് കുറച്ചുകൂടി നല്ലത്, മസിൽ ഗ്രോത്ത് അപ്പോഴാണ് വരുന്നത്. ശരിക്കും അതിൻ്റെ ഒരു ഇതുണ്ട്, ശരിക്കും അങ്ങനെ എന്താ സംഭവം? I am not a morning person. Okay. Even though I am a coach, I'm a trainer, I'm not a morning person. It's very hard for me to wake up early in the morning and do a workout. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ തന്നെ അവർ വിളിച്ചിട്ട് രാവിലെ 7 മണിക്ക് ഒരു പ്രാവശ്യം വർക്കൗട്ട് ചെയ്യാൻ പോയിട്ട് ഞാൻ പറഞ്ഞു ഈ പരിപാടി എന്നെ കൊണ്ട് പറ്റില്ല, വേറെ എന്ത് രാവിലെ ചെക്കന്മാർ വിളിക്കും, മച്ചു രാവിലെ നേരത്തെ 6 മണിക്ക് എണീക്കണം, ജിമ്മിൽ പോകണം എന്ന് പറയും. പക്ഷെ എണീക്കൂല. പക്ഷെ അപ്പോൾ എണീക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ പോകാനും തോന്നില്ല. വൈകുന്നേരം പറയും നാളെ എണീക്കാം. അല്ല, ഡിപ്പെൻസ് ഓൺ യു, റൈറ്റ്? സി ഈച്ച് പേഴ്സൺസ്. ഇനിയിപ്പോൾ എൻ്റെ പ്രായമായതുകൊണ്ടല്ലോ തോന്നലാണെന്ന് എനിക്കറിയില്ല. പക്ഷേ സി ഇഫ് ഇറ്റ് വർക്ക്സ് ഫോർ യു. സി 6 മണിക്ക് ഒരാൾക്ക് എണീച്ച് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എനിക്കൊരു ആഫ്റ്റർനൂൺ ഈവനിങ് ഐ എം എ പേഴ്സൺ ഹൂ ഹേറ്റ്സ് പീപ്പിൾ ഇൻ ദ ജിം. ഞാൻ എപ്പോഴും ജിമ്മിൽ പോകുമ്പോൾ ഐ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. ഒരാളും ജിമ്മിൽ ആരും ഇല്ലാത്ത സമയം നോക്കിയിട്ട് പോകാൻ. ഇപ്പം നമ്മളുടെ സ്റ്റുഡിയോ തുടങ്ങിയ സ്ഥിതിക്ക് പിന്നെ ആ സമാധാനമാണ്. ആരും ഇല്ലാത്ത സമയത്ത് എനിക്കറിയാം, ഞാൻ ആ സമയത്ത് പോയി വർക്കൗട്ട് ചെയ്യും. സോ എനിക്ക് ഈവനിങ് വർക്ക് ആവാറുള്ളൂ. ബിക്കോസ് എനിക്ക് നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ല ഹെവി ആയിട്ട്. ചില ആൾക്കാർക്ക് ഫാസ്റ്റ് ഡയറ്റ്, അതായത് ഭക്ഷണം കഴിക്കാതെ തന്നെ രാവിലെ ഓടാൻ പോകുന്നൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാർ. അങ്ങനെ ഭക്ഷണം കഴിക്കാണ്ട് വർക്കൗട്ട് ചെയ്യാൻ പാടുണ്ടോ? വർക്കൗട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അതിന് ഫാസ്റ്റഡ് എക്സസൈസ് എന്ന് പറയും. അല്ലെങ്കിൽ ഇപ്പം മോർണിംഗ് യൂഷ്വലി ആൾക്കാർ കാർഡിയോ ഫാസ്റ്റഡ് കാർഡിയോ എന്തെങ്കിലും പറയും. പക്ഷേ അൾട്ടിമേറ്റ്ലി നമ്മളുടെ ഗോൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ചില ആൾക്കാർ പറയും എൻ്റെ ഗോള് വെയിറ്റ് ലോസ് ആണ്. ഓക്കെ, വെയിറ്റ് ലോസ് ആണ് ഗോളുള്ള ആൾക്കാരെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രോസസ്സ് ചെയ്യട്ടെ. ബിക്കോസ് വെയിറ്റ് ലോസ് ഇസ് ദെയർ അൾട്ടിമേറ്റ് ഗോൾ. പക്ഷെ എപ്പോഴും ചിന്തിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ലോസ് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി വാട്ട് ഇസ് ദ നെക്സ്റ്റ് പ്രോസസ് എന്നുള്ള ചിന്തിക്കുക. ഈ ഫാസ്റ്റഡ് കാർഡിയോ ചെയ്യുമ്പോൾ എന്താ പറ്റുക വെച്ചാൽ നമ്മളുടെ ബോഡിക്ക് വെയിറ്റ് ലോസ് വരാം. പക്ഷേ വെയിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ മസിലും നമ്മളുടെ ഫാറ്റും എല്ലാം ഇൻക്ലൂഡ് ആണ്. അപ്പം ദർ ഇസ് എ പോസിബിലിറ്റി ദാറ്റ് നമ്മളുടെ മസിൽ ലോസ് വരാനുള്ള ചാൻസസും ആർ ദർ. എന്ന് വിചാരിച്ച് രാവിലെ വർക്കൗട്ട് ചെയ്യുന്നവർ എല്ലാവർക്കും മസിൽ ലോസ് വരുന്നല്ല. ബിക്കോസ് ഇത് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. വൈ? ബിക്കോസ് ഇതിൻ്റെ സയൻസ് ബാക്കപ്പ് പറയുകയാണെങ്കിൽ ഡിപ്പെൻഡ്സ് ഓൺ ഈച്ച് പേഴ്സൺസ് ജെനറ്റിക്സ്, അവരുടെ ന്യൂട്രീഷൻ, അവരുടെ ഹോൾ. ഇപ്പം എല്ലാവരും പറയും ആ 1 hour ഓഫ് വർക്കൗട്ട്. 1 hour ഓഫ് വർക്കൗട്ട് അല്ല, ദ റെസ്റ്റ് 23 hours വാട്ട് യു ഡു, അത് വെച്ചിട്ടാണ് നിങ്ങൾ 1 hour എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്. ബിക്കോസ് നെക്സ്റ്റ് 23 ഇപ്പോൾ 1 hour ഓഫ് പ്രോപ്പർ ഹെവി
വർക്കൗട്ട് ചെയ്ത് വിചാരിച്ചോ. അത് കഴിഞ്ഞ് നേരെ പോയി തോന്നിയതുപോലെ ഭക്ഷണം കഴിക്കുക, ഉറങ്ങാതിരിക്കുക, കള്ളു കുടിക്കുക, എല്ലാം ചെയ്തതിന് ശേഷം ഈ 1 hour വർക്കൗട്ട് ചെയ്തിട്ട് എനിക്ക് റിസൾട്ടും ഇല്ല എന്ന് പറയുന്ന ആൾക്കാരാണ് ഇവിടെ കൂടുതൽ. സത്യം. ഇറ്റ്സ് എ ലൈഫ് സ്റ്റൈൽ. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും വെനെവർ യു എനി പ്രോഗ്രാം ഓർ എനി സ്റ്റൈൽ ഓഫ് വർക്കൗട്ട് ദറ്റ് യു പ്ലാൻ, you have to have an understanding, is it right for my lifestyle, the lifestyle that I have right now, okay, will it work for me? Yeah, correct. ആ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലെങ്കിൽ then it's going to be very hard. പിന്നെ അടുത്തൊരു സംഭവമാണ് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ്. ഇപ്പോൾ ഭയങ്കരമായിട്ട് വൈറലായൊരു സംഭവമാണ്. അറൗണ്ട് 12 hours ഓഫ് ഫാസ്റ്റിംഗ്, 16 hours ഓഫ് ഫാസ്റ്റിംഗ്, ഇങ്ങനെ ഓൾ ഓവർ യൂട്യൂബിൽ സോഷ്യൽ മീഡിയ ഫുള്ള് വൈറലായിരുന്ന ഒരു സംഭവം. എല്ലാവരും രാവിലെ എണീച്ചിട്ട് പറയും ഞാൻ ഫാസ്റ്റിംഗ് ആണ്, ഞാൻ ഒന്നും കഴിക്കില്ല. അതേപോലെ അങ്ങനെ രാവിലെ ഒരു വൈകുന്നേരം വരെ പോകുന്നവരുണ്ട് അല്ലേ. അപ്പോൾ ശരിക്കും ഒരു ഐഡിയലായിട്ട് എങ്ങനെയാണ് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എടുക്കേണ്ടത്? ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് 12 hour വിൻഡോ ഉണ്ട്, 16 hour വിൻഡോ ഉണ്ട്. സോ 16 hour വിൻഡോ എന്ന് വെച്ചാൽ 16 hours ഓഫ് ഫാസ്റ്റിംഗ് ആൻഡ് 8 hours ഓഫ് ഈറ്റിംഗ് ടൈം. അതായത് സോ ബേസിക്കലി നമ്മളിപ്പം രാത്രി ഒരു വൈകുന്നേരം 7 മണിക്ക് കിടന്നു കഴിഞ്ഞാൽ ഒരു 10 മണിക്ക് അല്ലെങ്കിൽ 12 മണിക്ക് കിടന്നു വെച്ചു, 12 മണിക്ക് കിടക്കുകയാണെങ്കിൽ പിന്നെ 16 hours ഓഫ് ഫാസ്റ്റിംഗ് പീരീഡ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഭക്ഷണം ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് ഈവനിങ് 4 o'clock. അത് ചെയ്യുന്നവരുണ്ട്, 12 hours ഓഫ് ഫാസ്റ്റിംഗ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഒറ്റ കാര്യം, ഏത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആയാലും എന്തായാലും ഇറ്റ്സ് ഓൾ ബേസ്ഡ് ഓൺ കാലറി ഡെഫിസിറ്റ്. ഇപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിന് ഒരു 8 മണിക്കൂറിൽ ഞാൻ പോയത് ഒരു 5 ബർഗർ അല്ലെങ്കിൽ 6 ബർഗർ കഴിച്ചു. ബർഗറല്ല എന്തോ ഫാസ്റ്റിംഗ്, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ഈറ്റിംഗ് വിൻഡോയിൽ ഞാൻ പോയിട്ട് നല്ല ഹെവി ലോഡഡ് ആയിട്ടുള്ള മറ്റേ കാലറി ഡെൻസ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് വിൽ നോട്ട് വർക്ക്. വാട്ട് ഈസ് ദ പോയിന്റ്? ഇതിൻ്റെ ബേസിക് ഹ്യൂമൻ മെൻറ്റാലിറ്റിയാണ് ഫാസ്റ്റിംഗ് ചെയ്തോട്ടെ. പക്ഷേ ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി വിൽ ഇറ്റ് വർക്ക് ഫോർ യു? എനിക്ക് ഞാൻ ആക്ച്വലി ഇപ്പോൾ ഒരു രാത്രി 8 മണിക്ക് തൊട്ടിട്ട് മോർണിംഗ് ഒരു 12 o'clock വരെ ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ ചെയ്യുന്ന വെള്ളം കുടിക്കും, വെറും വയറ്റിൽ വെള്ളം ഫുൾ കുടിക്കും. ബട്ട് ഹെൽപ്പ് ചെയ്യാൻ നമുക്കൊരു ബ്ലോട്ടിങ് ഫീൽ ചെയ്യാറുള്ള അതൊരു ശരിക്കും നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ കിട്ടാറുണ്ട്. എത്ര കാലം ഇപ്പോൾ അറൗണ്ട് 2-3 months ചെയ്യുന്നുണ്ട്. അത് ഐഡിയലായിട്ട് ഇപ്പം ഞാൻ ഈ ഒരു പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഞാനൊരു ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇതിനോട് ഭയങ്കര ഇഷ്ടമുള്ള ആളായതുകൊണ്ട് ഐ വിൽ ഡു ഇറ്റ്, ഒബ്വിയസ്ലി ഐ വിൽ ഡു ഇറ്റ്. ബട്ട് ഇപ്പം ഞാൻ എൻ്റെ ചേട്ടൻ, എൻ്റെ ഇക്കമാരോടൊക്കെ പറയുകയാണെങ്കിൽ അവർ 2 ദിവസം ചെയ്യും, പിന്നെ അവർക്ക് പറ്റില്ല. അപ്പോൾ തന്നെ അവരുടെ ഒരു മോട്ടിവേഷൻ. Some days you will be awake till late night, അല്ലേ? 12, 1 മണി, 2 മണി വരെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഒരു സിനിമ കാണാൻ പോകും. What will you do then? അല്ല, ഞാൻ ജനറലായിട്ട് ചോദിച്ചാണ്. ബിക്കോസ് മിക്ക ആൾക്കാരും ചിന്തിക്കാത്ത, സി ഡിസിപ്ലിൻ, വാട്ട് യു ഡൂയിങ് ഇസ് ഗുഡ്, ഡിസിപ്ലിൻ ഒക്കെ റൈറ്റ് ആണ്. പക്ഷേ ഹൗ മച്ച് വിൽ ഇറ്റ് വർക്ക് ഇൻ യുവർ ഫ്യൂച്ചർ എന്നുള്ളത് ഓപ്പോസിറ്റാണ്. ഇപ്പോൾ 2-3 മാസം ചെയ്ത്, 6 മാസം ചെയ്ത്, 1 കൊല്ലം ചെയ്ത്. ഐ ഹാവ് ക്ലയൻറ്റ്സ് ഹു ആർ ലൈക്ക് ഇൻ ദെയർ കീറ്റോ ഡയറ്റ് ഫോർ ദ പാസ്റ്റ് 2 years. എനിക്കറിയാം കുറച്ച് ആൾക്കാരെ. And it works for them, and they are like, this is part of my lifestyle, I will do it. Vegan diet ചെയ്യുന്ന ആൾക്കാരുണ്ട്, intermittent fasting കുറേ കാലം കണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. It works for some people. If it works for you, എപ്പോഴും intermittent fasting ആണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും, see, don't go with the trend if it works for you. So you are a person who doesn't want to eat in the morning. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി intermittent fasting ചെയ്യാൻ താല്പര്യമാണ്, ചെയ്തു, നോ പ്രോബ്ലം. പക്ഷേ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ചെയ്തിട്ട് ഇഫ് യു ഫീൽ ദാറ്റ് ദിസ് ഇസ് നോട്ട് വർക്കിംഗ് ഇൻ എൻ്റെ ലൈഫ് സ്റ്റൈലിന് പറ്റുന്നില്ല എന്ന് തോന്നിക്കുന്നത്, ഓട്ടോമാറ്റിക്കലി യു വിൽ സ്റ്റാർട്ട് ഈറ്റിംഗ് യുവർ നോർമൽ ഫുഡ്, റീഗെയിൻ ചെയ്യുന്ന മാതിരി ഫീൽ ചെയ്യും. പിന്നെയും ഇതേപോലെ തന്നെ യു വിൽ ഗോ ടു ദാറ്റ് വിഷ്യസ് സൈക്കിൾ. നമ്മൾ യൂഷ്വലി എന്താ ചെയ്യുക? അപ്പോൾ ബാഹിർ ഒരു ക്ലയൻ്റാണ്, യു വോണ്ട് ടു സ്റ്റാർട്ട് യുവർ ട്രെയിനിങ് ആൻഡ് യുവർ ന്യൂട്രീഷൻ പ്ലാൻ. സോ യു ഡയറക്ട്ലി ഗോ ടു എ ട്രെയിനർ, ഒരു സ്ട്രിക്റ്റ് ഡയറ്റ് പ്ലാൻ. സ്ട്രിക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചോറ് പറ്റില്ല, പിന്നെ രാത്രി ഡിന്നർ സാലഡ് മാത്രമാവണം, ചിക്കൻ പുഴുങ്ങിയിട്ട് തിന്നാൻ പാടില്ല, അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്ത് തിന്നാൻ പാടുള്ളൂ, കോഴിമുട്ട മാത്രമേ തിന്നാൻ പാടുള്ളൂ എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ട്രിക്റ്റ് ഡയറ്റ് പ്ലാൻ തന്നു. യു ആർ വെരി ഹാപ്പി വിത്ത് ദ റിസൾട്ട്സ് യു ആർ ഗെറ്റിംഗ്. ഒരു 4, 5, 6 മാസം കഴിയുമ്പോൾ കറക്റ്റായിട്ട്
പ്ലാൻ അനുസരിച്ചിട്ട് ഉള്ള വെയിറ്റ് ലോസ് വന്ന് സെറ്റായി. പക്ഷേ ഒരു ബിരിയാണിയോ അല്ലെങ്കിൽ ഒരു ബർഗറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിക്കാതെ 6 മാസത്തിന് മുകളിലായി. ഓട്ടോമാറ്റിക്കലി ഒരു 6 മാസം കഴിഞ്ഞ് കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക് ഇനിയിപ്പോൾ ഞാൻ ടാർഗറ്റ് വെയിറ്റ് എത്തിയല്ലോ, ഇനിയിപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. യു ഗോ ടു ബാക്ക് ടു യുവർ നോർമൽ ലൈഫ് സ്റ്റൈൽ വെയർ യു ഹാവ് എവറിത്തിങ്. പക്ഷേ ചിലപ്പോൾ ഇൻ പോർഷൻസ് ആയിരിക്കാം, ഇത് വളരെ കൺട്രോൾഡ് ആയിട്ടായിരിക്കാം. പക്ഷേ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ബോഡി ഇതിൻ്റെ തൊട്ട് മുമ്പ് 6 മാസം കഴിച്ചുകൊണ്ടിരുന്ന ഫുഡിൽ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. വെരി അഡാപ്റ്റീവ് ആണ് നമ്മുടെ ബോഡി. ഈ അഡാപ്റ്റീവ് ആയ ബോഡി ഓട്ടോമാറ്റിക്കലി മെല്ലെ മെല്ലെ റീഗെയിൻ ചെയ്ത് കൊണ്ടുവന്നു എന്ന് വിചാരിച്ചു. റീഗെയിൻ ചെയ്ത് കുറച്ചൊന്ന് കയറി വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫസ്റ്റ് തിങ് ദാറ്റ് കംസ് ടു യുവർ മൈൻഡ് ഇസ് ദാറ്റ് ഞാൻ വെയിറ്റ് ഗെയിൻ ആയിട്ടുണ്ട്, ലെറ്റ് മീ ഗോ ബാക്ക് ടു ദ ട്രെയിനർ ഇറ്റ്സെൽഫ്. നേരെ വീണ്ടും ട്രെയിനർ അടുത്ത് പോകുന്നു, ഇതേ സെയിം സൈക്കിൾ ഫോളോ ചെയ്യുന്നു. നേരെ മറിച്ച് ഹാവ് യു എവർ ട്രൈഡ് വാട്ട് ഈസ് മൈ ലൈഫ് സ്റ്റൈൽ, എൻ്റെ ലൈഫ് സ്റ്റൈൽ ഇതാണ്, എനിക്കിതൊക്കെയാണ് കഴിക്കാൻ ഇഷ്ടം, ഇതിൽ എന്ത് മോഡറേഷൻസ് എനിക്ക് ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് വിചാരിച്ചൊരു പ്ലാനിൽ ചെയ്യുമ്പോഴുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് വാട്ട് വർക്ക്സ് ഫോർ യു. സി ഈ പറഞ്ഞ നമ്മളുടെ ഈ ചിക്കൻ ഗ്രിൽഡ് ആയിട്ടുള്ളതും പിന്നെ കോഴിമുട്ട പുഴുങ്ങിയതും പ്രോട്ടീൻ പൗഡറും ഒക്കെ ഇസ് എ വെരി ബേസിക് തിങ് ദാറ്റ് വർക്ക്സ് ഫോർ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ. ബിക്കോസ് ഹൈ പ്രോട്ടീൻ ഡയറ്റിലാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്, കാർബ്സ് ഒക്കെ കംപ്ലീറ്റ് കട്ട് ചെയ്യും. പക്ഷേ ആർ യു എ പേഴ്സൺ ഹൂസ് നോട്ട് ഗോയിങ് ടു ഹാവ് കാർബ്സ്? ഞാൻ കോഴിക്കോട് നിന്നാണ്, എനിക്ക് ബിരിയാണി തിന്നാതെ ഒന്നും ജീവിക്കാൻ പറ്റില്ല, എനിക്ക് മന്തി തിന്നണം. മന്തി തിന്നണം എന്ന് വിചാരിച്ചാൽ മന്തി തിന്നാൻ പറ്റില്ലെങ്കിൽ ദെൻ വാട്ട് ഇസ് ദ പോയിന്റ് ഇൻ ഹാവിങ് എ റിയലി ഗുഡ് ഫിസിക് ആൻഡ് യു ആർ സാഡ് ഇൻസൈഡ്? ഞാൻ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഞാൻ ഇതിൻ്റെ മുമ്പ് പണ്ടത്തെ എൻ്റെ ട്രാൻസ്ഫോർമേഷൻ ലൈക്ക് ക്രേസി ഫിസിക്, എൻ്റെ മൈൻഡിൽ ക്രേസി ഫിസിക്കാണ്. അപ്പോൾ ആ ഫിസിക്ക് വെച്ചിട്ട് ഐ വാസ് വെരി ഹാപ്പി. പക്ഷേ ഒരു ബിരിയാണി കഴിച്ചിട്ട് എത്ര കാലമായി? സത്യമാണ്. ഒരു മന്തി ഒന്നില്ല, എന്നാലും അങ്ങനെ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് കുറേ കാലങ്ങളായി. പക്ഷെ എന്താ, ആൾക്കാരെ കാണുമ്പോൾ ഫിസിക് ഉണ്ട്, കാര്യങ്ങളുണ്ട്, ഭയങ്കര റെസ്പെക്റ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ യു ആർ ഡൈയിങ് ഇൻസൈഡ്. നമ്മൾ ആഗ്രഹിച്ച ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇല്ല, അതാണ് മെയിനായിട്ട്. സോ ആ ഒരു കോൺസെപ്റ്റാണ് എനിക്ക് മനസ്സിലാവുന്നത്. ബിക്കോസ് വെൻ ഐ വാസ് വർക്കിംഗ് ഇൻ ദുബായ്, ഞാൻ ഫസ്റ്റ് ആലോചിച്ചെന്ന് വെച്ചാൽ സോ ഐ വാണ്ടഡ് ടു സീ എ ഡിഫറൻസ് ഇൻ ദ വേ പീപ്പിൾ തിങ്ക് അബൌട്ട് ഫിറ്റ്നസ്. ഇപ്പോൾ നമ്മളുടെ ഇൻഡസ്ട്രിയിൽ എന്ന് വെച്ചാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് വെയിറ്റ് ലോസ്, ഇറ്റ്സ് ഓൾ അബൌട്ട് ട്രാൻസ്ഫോർമേഷൻ. പക്ഷേ ട്രാൻസ്ഫോർമേഷൻ ഇസ് ദർ ഇസ് ഗുഡ്. പക്ഷേ ട്രാൻസ്ഫോർമേഷൻ്റെ മുകളിൽ യുവർ ഫ്ലെക്സിബിലിറ്റി, മൊബിലിറ്റി, യുവർ അജിലിറ്റി, നമ്മളുടെ പല ആസ്പെക്ട് ഓഫ് ഫിറ്റ്നസ് ഇസ് നോട്ട് ഈവൻ കൺസിഡേർഡ്. ചിലപ്പം ഒരു ക്ലയൻറ്റ് 1 കിലോമീറ്റർ പോലും ഓടാത്ത ക്ലയൻറ്റ് 10 കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും. പക്ഷെ എന്താ, അതിനൊരു വാല്യൂ ഇല്ല. വൈ? ബിക്കോസ് പീപ്പിൾ ആർ ആസ്കിങ്. ജിമ്മിൽ പോയി തുടങ്ങി എന്നിട്ട് 2 സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് 3ാമത്തെ ദിവസം ആൾ വരും. വർക്കൗട്ട് ചെയ്തിട്ട് കുറയുന്നില്ലല്ലോ. അപ്പൊ തന്നെ ഓട്ടോമാറ്റിക്കലി ഇനിയിപ്പോ സ്റ്റോറിയും പോസ്റ്റ് ഇട്ട് തേങ്ങയും പോസ്റ്റ് കൈയൊന്നും ഇതായിട്ടില്ലല്ലോടാ, ഈ ജിമ്മിലൊന്നും പോണില്ലേ. അപ്പോൾ ഇതാണ് യൂഷ്വൽ പ്രോസസ് നടക്കുന്നത്. അതാണ് ഈ മറ്റേ ജോലിയില്ലാത്ത കാക്കാരൊക്കെ മറ്റേ ഇരിക്കുന്നുണ്ടാവും. അങ്ങനെ പറയും, ഇവനെ എന്ത് കാണിക്കുന്നു, ജിമ്മിലും പോകുന്നു, കൈ വലുപ്പവും വെക്കുന്നില്ല, അപ്പൊ വല്ല മരുന്നാണോ? മസിൽ ഉണ്ടാക്കിയാനൊക്കെ ഇമ്മീഡിയറ്റ്ലി മരുന്നാണ്. സത്യം. അപ്പോൾ അതേപോലെ നമ്മൾ സ്റ്റിറോയിഡ്, ഈ ശരിക്കും ഈ ജിമ്മിൽ പോകുന്ന ആൾക്കാർ സ്റ്റിറോയിഡ് യൂസ് ചെയ്യുന്ന കുറേ പേരുണ്ട്. മിസ്ലീഡിങ് ആയിട്ട് നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ തന്നെ ആൾക്കാരെ കൊണ്ട് സ്റ്റിറോയിഡ് എടുപ്പിക്കും, ക്ലയൻസിനെ കൊണ്ട്. അത് ശരിക്കും എന്താണ് ഈ ശരി സ്റ്റിറോയിഡ് കൊണ്ട്? അത് കുറേ കേട്ടിട്ടുണ്ട് ഹാംഫുൾ ആണ്. ഇപ്പം സ്റ്റെറോയിഡിന് ഒരു കേസ് പറയുകയാണെങ്കിൽ സ്റ്റെറോയിഡ് ഉപയോഗിച്ച് വിചാരിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് മസിൽ വരാൻ പാടില്ല. ഓക്കെ. സോ ആൾക്കാരുടെ മെൻറ്റാലിറ്റി ഉണ്ട്, ഇതിങ്ങനെ സിറിഞ്ച് വെച്ച് കുത്തി വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം മുതൽ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കും. നോ, ഇറ്റ്സ് നോട്ട് വാട്ട് ഹാപ്പൻസ്. സി ഇപ്പം നമ്മളുടെ ആത്ലീറ്റ്സ് ഉണ്ട്, അതായത് നമ്മുടെ ബോഡി ബിൽഡിങ് ആത്ലീറ്റ്സ് അത്രയും വലിയൊരു ഹൈ ലെവൽ ഷോസിനൊക്കെ പോകുമ്പോൾ ഡെഫിനറ്റ്ലി ദേ ഹാവ് ടു ബി എൻഹാൻസ്ഡ്. അത് അവരുടെ പ്രൊഫഷൻ്റെ ഭാഗമാണ്. പക്ഷേ എവിടെയാണ് ഇഷ്യൂ വരുന്നത്? ഈ എൻഹാൻസ്ഡ് ആയിട്ടുള്ള ആത്ലീറ്റ്സ് ഞാൻ നാച്ചുറൽ ആണെന്ന് പറയുമ്പോഴാണ് ഇഷ്യൂസ് വരുന്നത്. ബിക്കോസ് ആൾക്കാരുടെ ഇപ്പം ഫ്രം എ ലൈക്ക് ഔട്ട്സൈഡർ പോയിന്റ് ഓഫ് വ്യൂ, ആൾക്കാർ നാച്ചുറലായിട്ട് ഒരു സ്റ്റെറോയിഡ് അല്ലെങ്കിൽ എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഒരു ആത്ലീറ്റിനെ കാണുമ്പോൾ ഞാൻ എങ്ങനെ വർക്കൗട്ട് ചെയ്താലും ആ ബോഡിയിലേക്ക് എനിക്ക് എത്താൻ പറ്റില്ല. ബിക്കോസ് ഈസ് എൻ എൻഹാൻസ്ഡ് ആത്ലീറ്റ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ സ്റ്റാൻഡേർഡ്സ് ഓഫ് എന്താണ് ഫിസിക് അതിനെ നോക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്താൻ പറ്റുന്നില്ല.
നമ്മളെപ്പോഴും ഡീമോട്ടിവേറ്റഡ് ആണ്. അപ്പം സ്റ്റെറോയിഡ് യൂസ് ചെയ്യുന്നവരല്ല ഇഷ്യൂ, സ്റ്റെറോയിഡ് യൂസ് ചെയ്തിട്ട് നാച്ചുറൽ ആണ് എന്ന് പറയുന്നവരാണ് ഇഷ്യൂ.